ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് ഇത്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കോഴിക്കോടാണ്. എന്തിനാന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാവേ. അപ്പം നമ്മൾ പോകുന്നത് കോഴിക്കോട് KSRTCക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായാലും നമുക്ക് KSRTC നമ്മൾ കിട്ടി. സാധാരണ പോലെ വലിയ തിരക്കൊന്നും KSRTCയിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് സീറ്റും പെട്ടെന്ന് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിയത് തൊണ്ടയാട് ബൈപ്പാസിലാണ്. എന്തിനാ പോകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ. എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ ഈ പിമ്പിൾസ് വന്ന മാർക്കൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കോഴിക്കോടുള്ള ഡോക്ടർ നഹാസ് ഡോക്ടറിന്റെ ക്ലിനിക്കിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് KSRTCക്ക് പോകുമ്പോൾ തൊണ്ടയാട് ഇറങ്ങിയിട്ടാണ്. തൊണ്ടയാട് തന്നെയാണ് ഡോക്ടറിന്റെ ക്ലിനിക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ തൊണ്ടയാട് ഇറങ്ങി കുറച്ച് നടക്കാറുണ്ട്. അങ്ങനെ നടന്നാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഹോം റെമഡീസ് ചെയ്ത ഒരാളായിരുന്നേ. ഈ യൂട്യൂബൊക്കെ കണ്ടിട്ട് പിന്നെ അവർ പറയുന്ന ഇവർ പറയുന്നതൊക്കെ ഓരോന്നൊക്കെ വരുത്തിച്ചു. പക്ഷെ ഒന്നും ഒരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം വെറുതെ ജസ്റ്റ് ഡോക്ടറെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ഡോക്ടർ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ തന്നെ തന്നിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ഒരു 1 to 3 മന്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഞാൻ ചെയ്തു. എനിക്ക് നല്ല റിസൾട്ട് തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളേ അല്ലായിരുന്നു. ഡോക്ടർ എനിക്ക് ഫേസ് വാഷ് അതുപോലെ തന്നെ സൺസ്ക്രീൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ തന്നെ തന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചേഞ്ചസ് എൻ്റെ ഫേസിലുണ്ടായത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പറ്റുമെങ്കിൽ നല്ലൊരു സ്കിന്നിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടറോട് നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അത് പറഞ്ഞിട്ട് കൺസൾട്ട് ചെയ്ത് നല്ലൊരു മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മളല്ലാണ്ട് ഈ ഹോം റെമഡീസും അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ സ്കിന്നിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുമ്പോഴാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഡോക്ടറെ കാണാൻ പറ്റി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് പഴയത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അടുത്ത കാത്തിരിപ്പ് നമ്മൾ ഇനി മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് നേരം ഇന്ന് പോസ്റ്റായി. അത് കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോഴാണ് ഈ ക്ലിനിക്ക് ഒന്ന് മൊത്തത്തിൽ ചുറ്റി കാണാമെന്ന് ഞാൻ വിചാരിച്ചത്. അടിപൊളിയാണ് ഈ ക്ലിനിക്ക് ഇരിക്കുന്ന സ്ഥലം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം കോഴിക്കോട് ബൈപ്പാസ് പകുതിയൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ അവിടുന്ന് വെറുതെ കാറ്റും കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ തന്നെ നിന്നു. അപ്പോഴത്തേക്കും എൻ്റെ മെഡിസിനൊക്കെ വന്നു. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. വേറെ എവിടെയല്ല, കല്യാണിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് കല്യാൺ സിൽക്സിൽ പോകുന്നത്. ഞാൻ എറണാകുളത്തൊക്കെയുള്ള കല്യാൺ സിൽക്സിൽ പോയിട്ടുണ്ട്, പക്ഷേ കോഴിക്കോട് ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സിമ്പിളായിട്ടൊരു കോട്ടൺ സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഒത്തിരി അവിടെ നോക്കി. ഭയങ്കര സിമ്പിളായിട്ടൊരു കോട്ടൺ സാരിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അവസാനം ഞങ്ങൾ തപ്പിപ്പിടിച്ചൊരു കോട്ടൺ സാരിയിൽ ഞങ്ങൾ എത്തി. അല്ലാത്ത 1-2 സാരീസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ കോട്ടൺ സാരി അല്ലാണ്ട് വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്. അതിലെനിക്ക് 1-2 സാരീസൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതും കഴിഞ്ഞ് വെറുതെ ഒന്ന് മെറ്റീരിയൽ സെക്ഷൻ വരെ പോയി നോക്കാൻ കാരണം പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി അധികം കളക്ഷൻസ് ഉണ്ട് മെറ്റീരിയൽസിന്റെ. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഏത് മെറ്റീരിയൽ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അത്രയും കളക്ഷൻസ് ഉണ്ട് മെറ്റീരിയൽസിന്റെ. അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബില്ലിങ്ങിലേക്കാണ്. അങ്ങനെ ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു 30% ഓഫിന്റെ ഒരു കൂപ്പൺ കിട്ടി. അത് നമ്മൾ താഴെ ഹൈപ്പറിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് എന്ത് സാധനം വാങ്ങിയാലും ഒരു 30% ഓഫിൽ നമുക്ക് കിട്ടുവേ. അങ്ങനെ നമ്മൾ ആ 30% ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് കല്യാണ്ട് തന്നെ താഴത്തെ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടെ പോയി കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അവിടെ നിന്ന് ആ 30% ഓഫും കൂടെ മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. അതും കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലോണം വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു വനിതാ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും ദേ കിടക്കുന്നു. അവിടെയും ഭയങ്കര തിരക്ക്. ആ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടുത്തെ ഫുഡ് അടിപൊളിയായിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയായി. അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അവസാനം ഞങ്ങൾക്ക് ആ തിക്കിനും തിരക്കിനിടയ്ക്ക് ഒരു സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. കുറച്ചു നേരം കാത്തിരുന്നിട്ടായാലും നമുക്ക് അവിടുന്ന് നല്ല അടിപൊളി ഫുഡാണ് കിട്ടിയത്. നല്ല മീൻകറിയൊക്കെ ആയിരുന്നു അവിടുത്തത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മീൻകറിയാണ്. എനിക്ക് തോന്നുന്നു ഈ വനിതാ ഹോട്ടലിലൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഊണിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായിരിക്കും അവിടേക്ക് ഇത്ര തിരക്കും. ചിക്കനും ബീഫും കല്ലുമ്മക്കായും മീനും ഒക്കെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുവേ. അതും ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നമ്മൾ വാങ്ങിയത് കല്ലുമ്മക്കായായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് നമ്മൾ അടുത്ത് പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ്. നമ്മുടെ മാനാജർ സ്ക്വയറിന്റെ അടുത്തുള്ള സ്റ്റുഡിയോയിലെ അവിടെയാണ് പോയത്. നമുക്ക് അവിടുന്ന് ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷെ പോയത് ഇതിനാണെങ്കിൽ നമ്മൾ അല്ലറ ചില്ലറ കുറേ സാധനം മേടിച്ചിട്ടാണ് സ്റ്റുഡിയോന്ന് ഇറങ്ങിയത്. കണ്ടതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അവിടുന്ന് സാധനങ്ങൾ വാങ്ങിയ സന്തോഷത്തിൽ നമ്മൾ നേരെ പോകുന്നതിന് വീട്ടിലേക്കാണ്. അപ്പം ഞങ്ങൾ വന്നത് KSRTCക്കാണെങ്കിലും പോകുന്നത് ചേച്ചി കോഴിക്കോട് ഉണ്ടായിരുന്നേ. അപ്പോൾ പോന്നപ്പോൾ അവളോട് സ്കൂട്ടിക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് സ്കൂട്ടിക്ക് വരുമ്പോഴാണ് ഒരു സർബത്ത് കുടിക്കണം ആഗ്രഹം വന്നത്. കോഴിക്കോടിന് സ്വന്തം ഫേമസ് ആയി സർബത്ത് കടയിൽ നിന്നാണ് നമ്മൾ സർബത്ത് കുടിക്കുന്നത്. ഈ കട ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോഴാണ് അതിനേക്കാളും വലിയ ട്വിസ്റ്റ് ഉണ്ടായത്.
ആദ്യമൊക്കെ ഭയങ്കര വെയിലായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശം എല്ലാം കൂടി ഇരുണ്ട് വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഉടനെ തന്നെ മഴ പെയ്യുന്നുള്ളത്. ഞങ്ങൾ പകുതി വഴി ആയിട്ടുണ്ടായിരുന്നുള്ളേ. മഴയ്ക്ക് മുന്നേ എങ്ങനെയെങ്കിലും വീട്ടിലെത്താലോ എന്ന് വിചാരിച്ച് പറപ്പിച്ച് വിട്ടതായിരുന്നു. പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചു. പേരാമ്പ്ര എത്താറായപ്പോഴത്തേക്കും അവിടെ നല്ല മഴ പെയ്തേ. പിന്നെ വേറൊരു നിവൃത്തിയില്ല, നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്നേ. ഇപ്പം കുറയും എന്ന് വിചാരിച്ച് ഒത്തിരി നേരം അവിടെ ഇരുന്ന്. പക്ഷെ മഴ മാത്രം കുറഞ്ഞില്ല. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഈ മഴയത്ത് തന്നെ വീട്ടിൽ പോകാന്നുള്ളത്. ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ മഴയത്ത് തന്നെ നനഞ്ഞ് തന്നെ വീട്ടിലോട്ട് പോന്നു. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാവേ. ബൈ.